നമ്മുടെ ഒക്കെ മനസ്സറിയുന്ന മനസ്സിലിരിക്കുന്നത് അറിയുന്നത് എത്ര പേരുണ്ട്? നമ്മുടെ മനസ്സിലിരിക്കുന്ന വേദനകൾ, വിഷമങ്ങൾ, ഭാരങ്ങൾ നമ്മൾ മിക്കപ്പോഴും മറ്റുള്ളവരോട് നമ്മൾ ഷെയർ ചെയ്യാറില്ല. എന്നാൽ ചുരുക്കം ചിലർ മാത്രം അടുത്ത സ്നേഹിതരോട് ഭാരങ്ങൾ, വേദനകൾ പങ്കുവെക്കാൻ പതിവുണ്ട്. എന്നാൽ എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന, എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുമുണ്ട്. അവിടെ നമ്മളെ വേദനിക്കുന്ന ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാ. എന്നാൽ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തിയുടെ വേദനകളെക്കുറിച്ച് അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. എല്ലാം അറിയുന്നവനായ യേശുവിനെ പിൻപറ്റുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിനോട് ചേർന്നിരിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ച് യേശുവിന് വളരെ വളരെ വ്യക്തമായ ഒരു കരുതലിൻ്റെ കാഴ്ചപ്പാട് യേശുവിനുണ്ട്. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പത്രോസ്. രാത്രികാലം മുഴുവൻ അധ്വാനിച്ചു, വല ഇറക്കി, ഒന്നും കിട്ടിയില്ല. താൻ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് പടകെല്ലാം കഴുകി വൃത്തിയാക്കുമ്പോൾ യേശു വന്നത്. നേരം വെളുത്തു. യേശു ആ പടകിൽ കയറിയിട്ട് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, പടക് കുറച്ച് മാറ്റിയിടുക, എനിക്കതിൽ നിന്ന് ദൈവവചനം സംസാരിക്കണം. പത്രോസ് ഒന്നും പറയാതെ പടക് വിട്ടുകൊടുത്തു. കർത്താവ് സുവിശേഷ പ്രഘോഷണം കഴിഞ്ഞപ്പോൾ പത്രോസിനോട് പറയാം, നീ ആഴത്തിലേക്ക് വള്ളം മാറ്റി വല ഇറക്കുക, ആഴത്തിലേക്ക് വല വീശുക, നിനക്ക് മീൻ കിട്ടുമെന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, കർത്താവേ, നിൻ്റെ രാത്രികാലം മുഴുവൻ വീശുക, ഒന്നും കിട്ടിയില്ലെങ്കിൽ നിൻ്റെ വാക്കിനെ പ്രതി വലയിറക്കാം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം കർത്താവാണ് പറയുന്നത്, നീ ആഴത്തിൽ വലയിറക്കുന്നതിനൊക്കെ മീൻ കിട്ടും. പത്രോസ് അങ്ങോട്ട് പറഞ്ഞില്ല, കർത്താവേ, ഞാൻ ഇന്നലെ രാത്രി വീശിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ എന്താ ചെയ്യുക, ഒന്നും ചോദിച്ചില്ല. അതുപോലെ തന്നെ സാധാരണ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഒരു രാത്രികാലം മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോൾ എത്രമാത്രം സങ്കടമുണ്ട്, എത്രമാത്രം വിഷമമുണ്ട്. ചിലപ്പം ചിലർക്ക് കോപം വരും, ദേഷ്യം വരും. ആ സാഹചര്യത്തിലാണ് യേശു വന്ന് ചോദിച്ചു, നിൻ്റെ പടക് തരുമോ? അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പത്രോസ് അത് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുവിനെ അനുഗമിക്കുവാൻ, അല്ലെങ്കിൽ യേശുവിനെ ഇഷ്ടപ്പെടുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിനെ വേണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയുടെ മനസ്സ് കർത്താവിന് വ്യക്തമായിട്ടറിയാം. എന്താണ് ആവശ്യം എന്നുള്ളതും കർത്താവിനറിയാം. എന്ത് വിഷമമാണ് മനസ്സിലിരിക്കുന്നതും കർത്താവിനറിയാം. വീണ്ടും നമുക്കറിയാം, മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വായിക്കുമ്പോൾ അവിടെ ദ്രഹ്മപ്പണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ടാക്സ് മേടിക്കാൻ വന്നവരോട് യേശു ടാക്സ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത്ഭുതം പ്രവർത്തിക്കുക. അവിടെ പത്രോസിനോട് പറയുന്നത്, നീ കടലിൽ പോയി ചൂണ്ടയിടുകയും മത്സ്യത്തെ പിടിക്കുക. നീ ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീനിൻ്റെ വായ്ക്കകത്ത് ഒരു ചതുർദ്രഹ്മപ്പണം കാണും. നീ അതെടുത്തോട് എനിക്ക് നിനക്കും കൊണ്ട് ടാക്സ് കരമടയ്ക്കുക. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, കടലിൽ എത്ര മീൻ കിടപ്പുണ്ട്? 10,000-കണക്കിന് മീൻ, ലക്ഷക്കണക്കിന് മീനുണ്ട്. അപ്പം നീ ചൂണ്ടയിടുമ്പോൾ ഒരു മത്സ്യം ആദ്യം വരും. ആ മത്സ്യത്തിൻ്റെ വായിൽ പണമുണ്ടെന്ന് എങ്ങനെയാണ് യേശു പറഞ്ഞേ? ആ മത്സ്യത്തിൻ്റെ വായിലായിരിക്കുന്ന പണം, അതിൻ്റെ വയറ്റിലല്ല. എന്നാലോചിച്ച് നോക്കിയേ, വയറ്റിൽ പണം പോയാൽ പത്രോസ് അതിനെ കീറി മുറിക്കണം, പിച്ചാത്തിയിട്ട് മുറിച്ച് അകത്തുനിന്ന് എടുക്കണം. ഇതൊന്നും വളരെ ഈസിയാണ്. വായൊന്ന് തുറന്ന് കൊടുത്ത് വായി വിരലിട്ട് കഴിഞ്ഞാൽ, അല്ലെ വായൊന്ന് തുറന്ന് ഒന്ന് കുടഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ പണം താഴെ വീഴും. ഇതെങ്ങനെ യേശു പറഞ്ഞത്? ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മുടെ വിഷമങ്ങളെ, വേദനകളെല്ലാം യേശു അറിയുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടതാണ് എന്താ? യേശുവിനെ നമ്മൾ സ്നേഹിക്കുക, യേശുവിൽ നമ്മൾ വിശ്വസിക്കുക, യേശുവിനോട് നമ്മൾ ചേർന്നിരിക്കുക, യേശു കർത്താവ് പറയുന്നത് കേൾക്കുക, യേശുവിനെ നമ്മൾ ആരാധിക്കുക. അങ്ങനെ ആ ഒരു സ്നേഹബന്ധത്തിൽ നമ്മൾ പോകുമ്പോൾ
നിശ്ചയമായും നമ്മൾ അങ്ങോട്ട് പറയേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ഒരു കടലിൽ കിടക്കുന്ന അനേകം മത്സ്യങ്ങളുള്ളതിൽ വായിൽ പണമിരിക്കുന്ന ഒരു മത്സ്യമുണ്ട്. അതിനെ കണ്ട ദൈവം. അപ്പോൾ എത്രമാത്രം ആഴത്തിൽ നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് കരുതുന്നു ഓർക്കണം. വീണ്ടും യേശുവിൻ്റെ കരുതലിനെക്കുറിച്ച്, മനസ്സറിഞ്ഞ് കരുതലിനെക്കുറിച്ച് നമുക്ക് കാണുന്ന ഭാഗമാണല്ലോ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത്. ഇതെല്ലാം കർത്താവിൻ്റെ നമ്മളോടുള്ള ആ സ്നേഹത്തിൻ്റെ പുറത്ത് കർത്താവ് കാണിക്കുന്ന കരുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ ജീവനിൽ സ്നേഹിക്കുക. യേശു പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുക. യേശുവിനെ നമ്മൾ എത്രമാത്രം അടുത്ത് ചെല്ലാൻ പറ്റുമോ അടുത്ത് ചെല്ലുക, അറിയുക. യേശുവിനെ നമ്മൾ ആരാധിക്കുക. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ കർത്താവിന് കഴിയും. ആമേൻ.